നമസ്കാരം. ഞാൻ പറയാൻ വന്നത് മേഡലെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ മേഡനുമായി നടത്തിയ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തു. അത് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ച മൂത്തു. കാരണം മേഡൻ എന്തൊക്കെയോ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയും വിഷയങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഞാൻ അന്ന് ചർച്ച ഈ ഇന്റർവ്യൂ പറ്റിയത് കണ്ടില്ല. പിന്നീട് ഞാൻ 2 ദിവസമേയുള്ള ഇന്റർവ്യൂ ഒരുവിധം കണ്ടിട്ട്. അപ്പോൾ അതിൽ ഇവിടെ ഒരുപാട് തന്റെ അനുഭവ കഥകൾ വളരെ ദുഃഖകരമായിട്ടുള്ള, വളരെ വേദനാജനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് വേടൻ അരുൺകുമാറിനോട് പറയുന്ന കേൾക്കുകയുണ്ടായി. അപ്പോൾ അമ്മയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് അമ്മയെ കുറിച്ച് പറയത്തക്കതായിട്ടുള്ള ഓർമ്മകളൊന്നുമില്ല. കാരണം തന്റെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് അമ്മ നെട്ടോട്ടം ഓടുകയായിരുന്നു. കാരണം വീട്ട് വേല ചെയ്യുന്ന പണിയൊക്കെ ആയിരുന്നു അമ്മയ്ക്ക്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നെട്ടോട്ടം ഓടുന്നതിനിടയിലാണ് തന്നെ കാര്യങ്ങൾ നോക്കാനൊന്നും അമ്മയ്ക്ക് നേരമുണ്ടായിരുന്നില്ല. തന്നെ നല്ല രീതിയിൽ രാവിലെ സ്കൂളിൽ വിളിച്ചുണർത്താനോ ആഹാരം തരാനോ സ്കൂളിൽ വിടാനോ അങ്ങനെ എന്റെ യാതൊരു കാര്യത്തിനും അമ്മ ഇല്ലായിരുന്നു. അമ്മയ്ക്ക് അതിന് സമയമില്ലായിരുന്നു. അമ്മയുടെ കുറ്റമല്ല എന്നാണ് പറയുന്നത്. അപ്പോ അരുൺകുമാർ ചോദിക്കുകയുണ്ടായി, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ അമ്മമാരും ഇനി എഴുന്നേരും പോലെ ഭക്ഷണം കഴിക്കൂ, സ്കൂളിൽ പോട്ടെ എന്നൊക്കെ സ്നേഹത്തെ വിളിച്ച് രാവിലെ ഉണർത്തുന്ന അങ്ങനെ ഒരു അമ്മ എന്റെ ഓർമ്മയിലില്ല എന്ന് വേടൻ പറയുകയുണ്ടായി. അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അപ്പോൾ പറയുകയാണ്, വേടൻ പറയുകയാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കോടീശ്വരനായേനെ എന്ന്. എന്താണ് കോടീശ്വരൻ? സ്നേഹത്തിന്റെ കോടീശ്വരനാണ് ആയേനെ എന്ന്. അപ്പോൾ പറയുകയുണ്ടായി, ഞാൻ ഇനിയും കോടീശ്വരനാവും, എനിക്ക് ഒരുപാട് പേരിൽ നിന്ന് ഇനിയും സ്നേഹം കിട്ടും. പക്ഷെ എങ്കിലും എന്റെ ബാല്യത്തിൽ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. ഞാൻ അന്ന് ദരിദ്രനായിരുന്നു സ്നേഹത്തിന്റെ കാര്യത്തിൽ, അമ്മയുടെ വാത്സല്യത്തിന്റെ കാര്യത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ വേടൻ മാത്രമല്ല, ലക്ഷക്കണക്കിന് ബാല്യങ്ങൾ ഇങ്ങനെ അമ്മമാരുടെ സ്നേഹം കിട്ടാതെ വളരുന്നുണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടെ ആർക്കും നേരമില്ല. അപ്പൊ വേടൻ രാഷ്ട്രീയം പറഞ്ഞു, അത് വൻ ചർച്ചയാക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു വലിയ അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള ഒരു പ്രശ്നം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ആർക്കും നേരമില്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വേടൻ പറയുകയുണ്ടായി, കാരണം സ്കൂളിൽ നിന്ന് തന്നെ കൊച്ചു ക്ലാസ്സിലെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ജാതിയെ കുറിച്ചുള്ള ഒരു വേർതിരിവ്, ജാതി വിവേചനം ഒക്കെ കുട്ടികളിൽ ഉടലെടുക്കുന്നത് വീട്ടിൽ നിന്നല്ല, അവര് പഠിക്കാൻ വരുന്ന സ്കൂളിൽ നിന്ന് തന്നെയാണ്. അത് കുട്ടികൾ വളരുന്നതനുസരിച്ച് ആ ഒരു ജാതി ചിന്ത, ആ ഒരു ജാതി വേർതിരിവ് കുട്ടികളിലേക്ക് വടവൃക്ഷം പോലെ അത് വളരുകയാണ്. അതിന്റെ വേരുകൾ കുട്ടികളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അവര് വളരുന്നതനുസരിച്ച് അവരുടെ ആ ഒരു ജാതീയ വേർതിരിവ് ചിന്ത വളർന്ന് പടവൃക്ഷം പോലെ വലുതാകുന്നു. അത് സ്കൂളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് എന്ന് വേടൻ തുറന്നു പറയുകയാണ്. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും നേരമില്ല. പിന്നെ ഒരു കാര്യം അത് പറഞ്ഞത്, താൻ ലഹരി കേസിൽ പിടിക്കപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, 13ാമത്തെ വയസ്സിൽ വേണം ലഹരി ഉപയോഗിച്ചു തുടങ്ങിയെന്നാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ തനിക്ക് അറിയാം അതൊരിക്കലും നല്ല സ്വഭാവമല്ല. താൻ മറ്റുള്ളവരോട്, തന്റെ കുഞ്ഞ് അനുജന്മാരോട് പറയുന്നുണ്ട്, മക്കളെ ഈ ഒരു കാര്യത്തിൽ എന്നെ നിങ്ങൾ ആരും അനുകരിക്കരുത് എന്ന് വിളിച്ച് എല്ലാവരോടും പറയുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോ, ഞാൻ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം തുടങ്ങിയപ്പോൾ എന്നെ തിരുത്താൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എന്റെ അമ്മയില്ല, എന്റെ അച്ഛനില്ല. അത് ശരിയല്ലേ? മനസ്സിലാക്കാം, വളരെ കറക്റ്റ് അല്ലേ കുഞ്ഞ് പറഞ്ഞത് അർത്ഥം? കുഞ്ഞ് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഭാര്യ നശിച്ചു പോയി? എന്താണ് അതിന് ഉണ്ടായ കാരണം? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആർക്കും നേരമില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവും ആർക്കും ഇല്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയുണ്ടായി, DNA കുറിച്ച്. കാരണം സ്കൂൾ പഠിത്തത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെ തൃശ്ശൂർ ഒരു സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ തന്നെ പഠിച്ചോളൂ. പ്ലസ് 1 പ്ലസ് 2 അങ്ങനെ തീർത്തൊന്നും പോയിട്ടൊന്നുമില്ല. പറയുണ്ടായി, അങ്ങനെ പഠിക്കാനുള്ള ഒരു DNA എനിക്കില്ല എന്ന്. അതായത് അന്ന് ഇങ്ങനെ ഈ വേടൻ ഉൾക്കൊള്ളുന്ന ആ ഒരു ജാതി വിഭാഗം ഉണ്ടല്ലോ, അപ്പൊ അത്
അങ്ങനെയുള്ള കുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ, അവിടെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ നേരാമണ്ണം വളർത്താനോ നേരാമണ്ണം സ്കൂളിൽ വിടാനോ അവരെ നേരാമണ്ണം അവരുടെ ഭാവി ഒക്കെ വളർത്തിക്കൊണ്ട് വരാനോ ഒന്നും അച്ഛനും അമ്മയ്ക്കും നേരമില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. എങ്ങനെയൊക്കെ കൊച്ചുങ്ങളെയൊക്കെ ഉണ്ടാക്കി പ്രസവിക്കുന്നു, അവരെങ്ങനെയൊക്കെ കടന്നു വളർന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നു. അത് ഒരു ജീവിത ശൈലിയാണ്. അങ്ങനെ ഒരു ചരിത്രം അവർക്ക് അവരെന്താ പറയാ, തലമുറകളായിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികൾ നല്ല രീതിയിൽ വളർത്തുന്നില്ല, നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, എനിക്ക് പഠിക്കാനുള്ള DNA എനിക്കില്ല എന്ന് വന്നത്. അങ്ങനെ ഒരു പൂർവ്വ ചരിത്രം എനിക്കില്ല എന്നാണ് വേടൻ അർത്ഥമാക്കിയത്. അതെല്ലാം തുറന്നു പറയുകയാണുണ്ടായത്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം. കാരണം ഈ അധസ്ഥിത വിഭാഗം ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്രമാത്രമുള്ള പ്രശ്നങ്ങൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. അതിനൊന്നും ആർക്കും സമയമില്ല. ഇതൊക്കെ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ മാറണം. എല്ലാ വിഭാഗക്കാർക്കും നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം വേണം. നല്ല കുറെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാരുടെ സ്നേഹം വേണം. അവർക്ക് അവരുടെ കരുതൽ വേണം. എല്ലാം വേണം. പഠിച്ച് മുന്നേറി എല്ലാ നല്ല നിലയിലേക്കും എത്താനുള്ള, എല്ലാവരെയും പോലെ നല്ല നിലയിൽ എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി എടുക്കേണ്ടത് ഭരണപക്ഷവും പിന്നെ ഭരണപക്ഷത്തിൽ നിന്നും ഒക്കെ ഉണ്ടാവേണ്ട ഏറ്റവും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.